നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് മുഗ്രാൽ സ്വദേശി അബ്ദുൽ സലാമിനെ കഴുത്തറുത്ത് അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവിനും പിഴയും ശിക്ഷ വിധിച്ചു. കാസർഗോഡ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജാണ് വിധി പ്രസ്താവിച്ചത്. ബേക്കൽ അഗ്രോ കാർണിവലിന് തുടക്കമായി. വിളംബര ഘോഷയാത്ര നടന്നു. സബ് ജൂനിയർ ദേശീയ സെപത്താക്രോ ചാമ്പ്യൻഷിപ്പിന് തൃക്കരിപ്പൂരിൽ തുടക്കമായി. 24 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അജാനൂർ യൂണിറ്റിന് വ്യാപാര ഭവൻ ഒരുങ്ങുന്നു. ശിലാസ്ഥാപനം നടന്നു. വാട്ടർ ടാങ്ക് നിർമ്മിക്കാൻ BRDC ഏറ്റെടുത്ത സ്ഥലം സ്വകാര്യ വ്യക്തിക്ക് ഹോട്ടൽ നിർമ്മിക്കാൻ നൽകിയതിൽ പ്രതിഷേധം. കോട്ടക്കുന്ന് വിഷ്ണു ധൂമാവതി ക്ഷേത്ര കമ്മിറ്റിയും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തി. പ്രതിരോധത്തിന്റെയും പ്രതിഷേധത്തിന്റെയും നിറങ്ങൾ ചാലിച്ച് ഏകരം ചിത്ര പ്രദർശനം. കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് പ്രദർശനം. ഡോക്ടർ BR അംബേദ്കറെ അവഹേളിച്ച കേന്ദ്രമന്ത്രി അമിത്ഷായുടെ നടപടിയിൽ പ്രതിഷേധമറിയിച്ച ദളിത് ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ്. ധീരജവാൻ നിതിൻ നാരായണന്റെ ഓർമ്മദിനം. മടിയനിലും അമ്പലത്തറ കുമ്പളയിലെ സ്മൃതി മണ്ഡപത്തിലും പുഷ്പാർച്ചന നടന്നു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് മുഗ്രാൽ സ്വദേശി അബ്ദുൽ സലാമിനെ കഴുത്തറുത്ത് അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവിനും പിഴയും ശിക്ഷ വിധിച്ചു. കാസർഗോഡ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജാണ് വിധി പ്രസ്താവിച്ചത്. സലാമിനെ കൊലപ്പെടുത്തിയ ശേഷം പ്രതികൾ തല വെട്ടിയെടുത്ത് കാലുകൊണ്ട് പന്തുപോലെ തട്ടിക്കളിച്ച് മറ്റൊരു പറമ്പിൽ കൊണ്ടിട്ടുവെന്നാണ് കുറ്റപത്രം. 2 പ്രതികളെ കോടതി വെറുതെ വിട്ടു. കൊട്ടൂരി മൂലയിലെ അബ്ദുൽ സലാമിനെ മൊഗ്രാൽ മാളിയങ്കര കോട്ടയിൽ വെച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷാവിധി. കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ജീവപര്യന്തം തടവും 1.5 ലക്ഷം രൂപ വീതം പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. കുമ്പള ബദരിയ നഗറിലെ അബൂബക്കർ സിദ്ദിഖ് എന്ന മാങ്ങാമുടി, പേരാൽ സ്വദേശികളായ ഉമർ ഫാറൂഖ്, നിയാസ്, പെർവാഡിലെ സഹീർ, ആരിക്കാടി ബംബ്രാണയിലെ ഹരീഷ്, മൊഗ്രാൽ മാളിയങ്കര കോട്ടയിലെ ലത്തീഫ് എന്നിവരെയാണ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ പ്രിയ ശിക്ഷിച്ചത്. പിഴത്തുകയിൽ 2 ലക്ഷം രൂപ പരിക്കേറ്റ നൌഷാദിനും 6 ലക്ഷം രൂപ കൊല്ലപ്പെട്ട അബ്ദുൽ സലാമിന്റെ കുടുംബത്തിനും നൽകണമെന്നും വിധിയിൽ പറയുന്നു. കേസിൽ 2 പ്രതികളെ വെറുതെ വിട്ടു. 143, 147, 148, 341, 324, 326, 307, 302 റെഡ് വിത്ത് 149 IPC പ്രകാരമാണ് ശിക്ഷിച്ചിട്ടുള്ളത്. അതായത് 143, 147, 148 ഇതിൽ 3 മാസം കഠിന തടവ്. ബാക്കിയുള്ളത് 326, 307 പ്രകാരം 326 2 വർഷം കഠിന തടവും 25,000 രൂപ വീതം ഫൈനും. 307 5 വർഷം കഠിന തടവും 25,000 രൂപ ഫൈൻ. 302 വകുപ്പ് പ്രകാരം ലൈഫും ഓരോ ലക്ഷം വീതം ഫൈനുമാണ് ഈച്ച്. അതായത് അതിൽ പരിക്ക് പറ്റിയ നൌഷാദ് എന്ന് പറയുന്നവർക്ക് 2 ലക്ഷം രൂപയും അതേപോലെ തന്നെ മരണപ്പെട്ട സലാമിൻ്റെ കുടുംബത്തിന് 6 ലക്ഷം രൂപയും കൊടുക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത്. ഇതിൻ്റെ ആദ്യകാലം FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ജയശങ്കർ SI ആയിരുന്നു, കുമ്പള SI. അന്വേഷണം നടത്തിയിട്ടില്ലേ മനോജ്, VB മനോജും സംഘവുമാണ് അന്വേഷണം നടത്തിയ കുറ്റപത്രം സമർപ്പിച്ച VB മനോജാണ്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളൊക്കെ മുഖവിലക്കെടുത്ത് കോടതി അത് ശരിയാണെന്ന് കണ്ടെത്തുകയും നല്ലൊരു വിധി പറയുകയുണ്ടായി. അതിലിപ്പം 1 മുതൽ 6 വരെ പ്രതികളെയാണ് ലൈഫ് ഇംപ്രിസൺമെൻറ്റിന് ശിക്ഷിച്ച്. ബാക്കി 2 പേരെ വെറുതെ വിടുകയും തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുന്നതാണ് കോടതി പറഞ്ഞിട്ടില്ല. പ്രോസിക്യൂഷൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും ഒരു വിജയമാണ് ഇന്നത്തെ വിധി. വളരെ നല്ല വിധിയാണ് വന്നിരിക്കുന്നത്. കൂടാതെ നമ്മുടെ ഈ ഗുണ്ടായിസത്തിനെതിരെയുള്ള ശക്തമായ ഒരു വിധിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. മറ്റു കൂടുതലാണ്. ഓക്കെ. 2017 ഏപ്രിൽ 30-നാണ് കേസിനാസ്പദമായ സംഭവം. BJP പ്രവർത്തകനായ ദയാനന്ദനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ കുമ്പള പേരാൽ റോഡിലെ സിദ്ദിഖിന്റെ മണൽ ലോറി പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചതും വീട് കയറി കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയതുമാണ് സിദ്ദിഖിനെയും കൂട്ടാളികളെയും ക്രൂരമായ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത്.
അതിക്രൂരമായാണ് അബ്ദുൽ സലാമിനെ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. തല ഉടലിൽ നിന്നും വെട്ടിയെടുത്ത് കാലുകൊണ്ട് പന്ത് പോലെ തട്ടിക്കളിച്ച് മറ്റൊരു പറമ്പിൽ കൊണ്ടിട്ടുവെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. സലാമിന്റെ കൂടെയുണ്ടായിരുന്ന ബദ്രിയ നഗറിലെ നൌഷാദിനും കുത്തേറ്റിരുന്നു. ഉമർ ഫാറൂഖ് 2 കൊലപാതക കേസുകളിൽ പ്രതിയാണ്. 2014 മാർച്ച് 27 കുമ്പള മുൻ പഞ്ചായത്ത് അംഗം അഹമ്മദിന്റെ മകൻ ഷഫീഖിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് കൊല്ലപ്പെട്ട അബ്ദുൽ സലാം. മണലെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അന്ന് ഷഫീഖിന്റെ കൊലയ്ക്ക് കാരണമായത്. ഈ കേസിൽ ജയിലിലായിരുന്ന സലാം പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങുകയായിരുന്നു. 53 സാക്ഷികളാണ് കേസിലുണ്ടായിരുന്നത്. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തികളും രക്തം പുരണ്ട വസ്ത്രങ്ങളുമടക്കം 16 തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കുമ്പള CI ആയിരുന്ന ഇപ്പോഴത്തെ ബേക്കൽ ഡിവൈഎസ്പി VV മനോജാണ് കേസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബേക്കൽ അഗ്രോ കാർണിവലിനോട് അനുബന്ധിച്ച വിളംബര ഘോഷയാത്ര നടന്നു. പൂച്ചക്കാട് നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ബേക്കൽ അഗ്രോ കാർണിവലിന്റെ വിളംബരം അറിയിച്ചുകൊണ്ട് ഘോഷയാത്ര സംഘടിപ്പിച്ചു. ചെണ്ടമേളം, മുത്തുകുടയേന്തിയ സ്ത്രീകൾ, കുടുംബശ്രീ പ്രവർത്തകർ, ജനപ്രതിനിധികൾ എന്നിവർ അണിനിരന്ന ഘോഷയാത്ര പൂച്ചക്കാട് നിന്നും ആരംഭിച്ച് പള്ളിക്കര പെട്രോൾ പമ്പിന് എതിർവശത്തുള്ള കാർണിവൽ നഗറിൽ സമാപിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ, വൈസ് പ്രസിഡന്റ് KV ശ്രീലത, പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് M കുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ V ഗീത, A ദാമോദരൻ, MG പുഷ്പ, ഷക്കീല ബഷീർ, ലക്ഷ്മി തമ്പാൻ, K സീത, BDO ഹരികൃഷ്ണൻ, പള്ളിക്കര പഞ്ചായത്ത് മെമ്പർമാരായ V സൂരജ്, KV ജയശ്രീ, TV അനിത, പൊതുപ്രവർത്തകരായ ഹക്കീം കുന്നൽ, MA ലത്തീഫ്, സുകുമാരൻ പൂച്ചക്കാട് എന്നിവർ നേതൃത്വം നൽകി. ആയുഷ് മാനേജിംഗ് ഡയറക്ടറും മുൻ ജില്ലാ കളക്ടറുമായ ഡോക്ടർ P സജിത് ബാബു IAS പ്രദർശന നഗരി സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, ബേക്കൽ. സബ് ജൂനിയർ ദേശീയ സിപക് താക്രോ ചാമ്പ്യൻഷിപ്പിന് തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. 24 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടീമുകളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. തൃക്കരിപ്പൂരിന്റെ മണ്ണിൽ ഇനിയുള്ള 5 നാളുകൾ അന്താരാഷ്ട്ര അംഗീകൃത കളിയായ സെപക് താക്രോ കളിക്കാരുടെ പോരാട്ടങ്ങളാണ്. 24 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടീമുകളാണ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റുമുട്ടുന്നത്. മത്സരങ്ങൾക്ക് മുന്നോടിയായി ടീമുകളുടെ വർണ്ണാഭമായ മാർച്ച് പാസ്റ്റ് നടന്നു. മിനി സ്റ്റേഡിയത്തിൽ M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ബഹുസ്വരതയുടെ പ്രതീകമായി, നാനാത്വത്തിൽ ഏകത്വം എന്ന ദേശീയതയുടെ പ്രതീകമായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 23ഓളം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള താരങ്ങളാണ് മാറ്റുരക്കാൻ ഇവിടെ തൃക്കരിപ്പൂർ മൈതാനിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ജനങ്ങളിൽ വളർന്നു വരുന്ന ഭിന്നിപ്പിനെ പ്രതിരോധിക്കാൻ കലാകായിക രംഗം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കായിക രംഗത്ത് രാഷ്ട്രീയത്തിൻ്റെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ ഭാഷയുടെയോ സംസ്കാരത്തിൻ്റെയോ ഒന്നും അതിർവരമ്പുകളില്ലാതെ ഉയർന്ന സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടിയാണ് എല്ലാവരും കായികമായ മാമാങ്കത്തിൽ സാധാരണ അണിനിരക്കാറുള്ളത്. ആ ഒരു ഒരുമയുടെ, ഐക്യത്തിൻ്റെ, പരസ്പര ബഹുമാനത്തിൻ്റെ നാളുകളാണ് ഇനി നമുക്ക് ഇവർ സമ്മാനിക്കാൻ വേണ്ടി പോകുന്നത്. സംഘാടക സമിതി ചെയർമാൻ VK ബാവ അധ്യക്ഷത വഹിച്ചു. അന്തർദേശീയ അത്ലറ്റിക്സിൽ ഷോട്ട്പുട്ട് മെഡൽ ജേതാവ് VS അനുപ്രിയ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സെപക് താക്രോ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് VK അയൂബ് പതാക ഉയർത്തി. സെപക് താക്രോ ഫെഡറേഷൻ മുൻ ദേശീയ സെക്രട്ടറി ജനറൽ വീരഗൌഡ, ദേശീയ ജോയിന്റ് സെക്രട്ടറി പ്രേംകൃഷ്ണ, സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ C സുനിൽകുമാർ, ജനറൽ കൺവീനർ ഡോക്ടർ VPP മുസ്തഫ, സെപക് താക്രോ അസോസിയേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് VM മോഹനൻ, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം TV ബാലൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുന്നശ്ശേരി പൂമാല കലാസംഘം വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അജാനൂർ യൂണിറ്റിന് വ്യാപാര ഭവൻ ഒരുങ്ങുന്നു. ശിലാസ്ഥാപനം നടന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അജാനൂർ യൂണിറ്റിന് വിശാലമായ കോൺഫറൻസ് ഹാൾ, 130 പേർക്കിരിക്കാവുന്ന AC ഹാൾ, എക്സിക്യൂട്ടീവ് ഹാൾ, ബോർഡ് റൂം, ഫ്രണ്ട് ഓഫീസ്, വെയിറ്റിംഗ് ലോഞ്ച്,
കാർ പാർക്കിംഗ് തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അജാനൂർ വ്യാപാരി ഭവൻ ഒരുക്കുന്നു. ശിലാസ്ഥാപനം സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നിർവഹിച്ചു. അദ്ദേഹത്തിന്റെ ബഹുമാനപ്പെട്ട ഹംസ പാലക്കിയുടെ മനസ്സിലെ ചിത്രം, ആഗ്രഹം അദ്ദേഹം ഒരു ചിത്രത്തിലൂടെ അവിടെ പ്രദർശിപ്പിച്ചു. വലിയ സ്വപ്നം. നമ്മുടെ ഈ നാട്ടിലെ എല്ലാവർക്കും പ്രയോജനപ്രദമായ രീതിയിൽ മറ്റുള്ളവർക്ക് കൂടി നമ്മുടെ ഓഫീസ്, നമ്മൾ വ്യാപാരികൾ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ സ്വപ്നമാണ്. നമ്മളോടത്രയും ജനങ്ങളുമായി അടുപ്പമുള്ള, ബന്ധമുള്ള, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന മറ്റൊരു പ്രസ്ഥാനവും രാജ്യത്ത്. നമുക്കറിയാം, നമ്മുടെ വ്യാപാര സ്ഥാപനം പലചരക്ക് കടയായിക്കോട്ടെ, പച്ചക്കറി കടയായിക്കോട്ടെ, നമ്മുടെ നിത്യേനമുള്ള നമ്മുടെ കസ്റ്റമേഴ്സ് അവർ നമ്മുടെ കുടുംബാംഗങ്ങളെ പോലെ. വ്യാപാര ഭവന്റെ 3D ഇമേജ് അനാച്ഛാദനം ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് നിർവഹിച്ചു. അജാനൂർ യൂണിറ്റ് പ്രസിഡന്റ് ഹംസ പാലക്കി അധ്യക്ഷത വഹിച്ചു. യൂണിറ്റിൽ പുതുതായി അംഗത്വം സ്വീകരിച്ച 139 വ്യാപാരികൾക്കുള്ള അംഗത്വ സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി KJ സജി, ജില്ലാ ട്രഷറർ മാഹിൻ കോളിക്കര, AA അസീസ്, ബാലകൃഷ്ണൻ, CK ആസിഫ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാർ, ജില്ലാ സെക്രട്ടറിമാർ, സമീപ യൂണിറ്റ് പ്രസിഡന്റ് സെക്രട്ടറിമാർ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി K രവീന്ദ്രൻ സ്വാഗതവും ട്രഷറർ K ഹനീഫ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വാട്ടർ ടാങ്ക് നിർമ്മിക്കാൻ BRDC ഏറ്റെടുത്ത സ്ഥലം സ്വകാര്യ വ്യക്തിക്ക് ഹോട്ടൽ നിർമ്മിക്കാൻ നൽകിയതിൽ പ്രതിഷേധം ശക്തം. ബേക്കൽ കോട്ടക്കുന്ന് വിഷ്ണു ദുമാവതി ക്ഷേത്ര കമ്മിറ്റിയും നാട്ടുകാരും BRDC ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ബേക്കൽ കോട്ടക്കുന്ന് വിഷ്ണു ദൂമാവതി ക്ഷേത്രത്തിന്റെ സ്ഥലത്തിൽ നിന്നും BRDC വാട്ടർ ടാങ്ക് നിർമ്മിക്കാൻ വേണ്ടി 6 സെന്റ് സ്ഥലം ഏറ്റെടുത്തിരുന്നുവെന്നും ഇപ്പോൾ ആ സ്ഥലം സ്വകാര്യ വ്യക്തിക്ക് ഹോട്ടൽ വ്യവസായം നടത്തുന്നതിന് വേണ്ടി അനുവദിച്ചു നൽകിയിരിക്കുകയാണെന്നും സമരക്കാർ പറഞ്ഞു. സ്ഥലത്ത് യാതൊരു അനുമതിയുമില്ലാതെ അനധികൃത നിർമ്മാണങ്ങൾ നടത്തിവരികയാണെന്നും ക്ഷേത്രാചാരങ്ങൾക്ക് കോട്ടം തട്ടുന്ന രീതിയിലാണ് ഹോട്ടലിന്റെ നിർമ്മാണം നടക്കുന്നതെന്നും സമരക്കാർ ആരോപിച്ചു. BRDCയുടെ നിലപാടിനെതിരെ ക്ഷേത്ര കമ്മിറ്റിയും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. BRDC ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നിരവധി പേരാണ് അണിനിരന്നത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ശ്യാം മോഹൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രഭൂമി സംരക്ഷിക്കുക നമ്മുടെ നാടിൻ്റെ സാമൂഹിക പാരിസ്ഥിതിക അന്തരീക്ഷത്തെ നിലനിർത്തുക എന്നതൊക്കെ ഒരു സമൂഹത്തിൻ്റെ കടമയാണ്, പ്രതിബദ്ധതയാണ്, ഉത്തരവാദിത്തമാണ്. അപ്പോൾ ക്ഷേത്രത്തെയും ക്ഷേത്ര ഭൂമിയെയും അന്യാധീനപ്പെടുത്തുകയും നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ പാരിസ്ഥിതിക സംവിധാനത്തെ അപകടപ്പെടുത്തുകയോ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയെ സംബന്ധിച്ചിടത്തോളം അത് സാമൂഹ്യ വിരുദ്ധമാണ്, സാമൂഹ്യ ദ്രോഹമാണ്. സാമൂഹ്യ വിരുദ്ധമായ, സാമൂഹ്യ ദ്രോഹപരമായ നടപടിക്കെതിരായിട്ടുള്ള നീക്കമാണ്, പ്രതിഷേധമാണ്. ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു വിഭാഗമല്ല, നമ്മുടെ നാട്ടിലെ പുരുഷരും എല്ലാവരും ഈ സമൂഹത്തെ, ഈ നാടിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ BRDCയുടെ കിരാത നയങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു പ്രതിഷേധം. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അബ്ദുള്ള സിംഗപ്പൂർ, അനിത VK, മാധവ ബേക്കൽ, HK വാസുദേവ്, HR രവീന്ദ്ര, ശാലിനി ഗിരീഷ്, H രമേശ, രാഘവേന്ദ്ര, മണികണ്ഠൻ, ഹംസ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രതിരോധത്തിന്റെയും പ്രതിഷേധത്തിന്റെയും നിറങ്ങൾ ചാലിച്ച എകരം ചിത്രപ്രദർശനം. മനുഷ്യന്റെ ആകുലതകളും പ്രകൃതിയുടെ സൗന്ദര്യവും പകരുന്ന 40ഓളം ചിത്രങ്ങളുമായി എകരം ചിത്രപ്രദർശനത്തിന് കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ തുടക്കമായി. യുദ്ധക്കളത്തിലെ ഭീകരമായ അരക്ഷിതാവസ്ഥയും മനുഷ്യാവകാശ ലംഘനങ്ങളും ശക്തമായി ആവിഷ്കരിക്കുന്ന ശ്രീജ പള്ളത്തിന്റെ പ്രതിരോധത്തിന്റെ പ്രതീകങ്ങൾ, മനുഷ്യന്റെ ആകുലതകൾ ചിത്രീകരിക്കുന്ന മാവേലിക്കര ഫൈൻ ആർട്ട് കോളേജ് പ്രിൻസിപ്പാൾ മനോജ് വയലൂരിന്റെ ഭൂഭാഗ ചിത്രം, തെയ്യത്തിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തുറന്നു കാട്ടുന്ന രാജേന്ദ്രൻ പുല്ലൂരിന്റെ ദ കൺസ്ട്രക്ഷൻ,
TR ഉദയകുമാറിന്റെ സർറിയലിസ്റ്റിക് ലാൻഡ്സ്കേപ്പ്, വികസനത്തിന്റെ വെള്ളി വെളിച്ചത്തിൽ കാലഹരണപ്പെട്ടു പോവുകയും അവഗണിക്കുകയും ചെയ്യപ്പെട്ട ഗ്രാമജീവിതങ്ങളുടെ കഥ പറയുന്ന ആലപ്പുഴക്കാരൻ വിനേഷിന്റെ ചിത്രം തുടങ്ങി മനുഷ്യന്റെ ആകുലതകളും പ്രകൃതിയുടെ സൗന്ദര്യവും പകരുന്ന 40ഓളം ചിത്രങ്ങളുമായി എകരം ചിത്രപ്രദർശനം ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. ചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ ചിത്രകാർ കേരളയാണ് കേരളത്തിലെ 33 ചിത്രകാരന്മാരെ പങ്കെടുപ്പിച്ച് ചിത്രപ്രദർശനം ഒരുക്കിയത്. എഴുത്തും വായനയും അറിയാത്ത മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 65 വയസ്സ് പ്രായമുള്ള ചിത്രകാരി കെ സത്യഭാമ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. എനിക്ക് കൂടുതൽ വരയ്ക്കാനൊന്നും അറിയില്ല, എന്നാൽ എന്നോട് കഴിയുന്ന മാതിരിയൊക്കെ ഞാൻ വരച്ച് നോക്കിയിട്ടുണ്ട്. ഈ വര നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെല്ലാവരുടെ മനസ്സിൻ്റെ ഉള്ളിലും ഈ വര ഇരിക്കുന്നുണ്ടാവും. എല്ലാവരും ഇതിനെ പറ്റി ഉത്സാഹിച്ച് നോക്കിയാൽ ആർക്കും ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് മുന്നിട്ട്. അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, നിർത്തുന്നു. കോർഡിനേറ്റർ രാജേന്ദ്രൻ പുല്ലൂർ അധ്യക്ഷനായി. പ്രസ് ഫോറം പ്രസിഡന്റ് TK നാരായണൻ, ഫോട്ടോഗ്രാഫർ പ്രഭാകരൻ കാഞ്ഞങ്ങാട്, ചിത്രകാരന്മാരായ വിനേഷ് V മോഹനൻ, K വിഷ്ണുപ്രിയൻ, പ്രസാദ് അമ്പലത്തറ, രാജേന്ദ്രൻ മീങ്ങോത്ത് എന്നിവർ സംസാരിച്ചു. TR ഉദയകുമാർ, മിനി ശർമ്മ, TS പ്രസാദ്, മനോജ് വയലൂർ, നന്ദൻ PV, ബിജിമോൾ KC, വിനേഷ് V മോഹനൻ, ശ്രീജ പള്ളം, KM നാരായണൻ, K വിഷ്ണുപ്രിയൻ, റജീന രാധാകൃഷ്ണൻ, ദിനേശ് നക്ഷത്ര, ബാലകൃഷ്ണൻ കതിരൂർ, സ്മിത രതീഷ്, കാസർഗോഡ് ജില്ലക്കാരായ രാജേന്ദ്രൻ പുല്ലൂർ, വിപിൻ വടക്കിനിയിൽ, സനൽ ബംഗളം, അനീഷ് ബന്ദടുക്ക, പ്രസാദ് കാനത്തുങ്കാൽ, രാം ഗോകുൽ പെരിയ, അനൂപ് മോഹൻ, അരവിന്ദാക്ഷൻ സദ്ഗമയ, ആദർശ് K, രതീഷ് KP, രാജേന്ദ്രൻ മീങ്ങോത്ത്, സൗമ്യ ബാബു, സജിത പൊയ്നാച്ചി, സുചിത്ര മധു, ശ്വേത കൊട്ടോടി, ശ്രീഷ അരവിന്ദ്, അഞ്ജന തെക്കിനിയിൽ, ലിഷ ചന്ദ്രൻ, വിജിരാജൻ എന്നിവരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. ഡിസംബർ 26-ന് പ്രദർശനം അവസാനിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Vivah by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയാ. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൺ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188.
8547 349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്ര ഫേഷ്യൽ, മെഡിഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895 413 028. വാർത്തകൾ തുടരുന്നു. ഡോക്ടർ BR അംബേദ്കറെ അവഹേളിച്ച കേന്ദ്രമന്ത്രി അമിത്ഷായുടെ നടപടിയിൽ പ്രതിഷേധം അറിയിച്ച ദളിത് ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ്. ഇന്ന് അംബേദ്കറുടെ പേര് വിലക്കുന്നവർ നാളെ ഇന്ത്യൻ ഭരണഘടനയെയും വിലക്കുമെന്നും ഭാരവാഹികൾ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന്റെ 75-ാം വാർഷികം രാജ്യമെമ്പാടും ആഘോഷിക്കുമ്പോൾ BR അംബേദ്കറുടെ പേര് വിളിക്കുന്നതിനു പകരം ഭഗവാനെ വിളിച്ച് മോക്ഷം പ്രാപിക്കാൻ ആഹ്വാനം ചെയ്ത ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ നിലപാട് പ്രതിഷേധാർഹമാണെന്ന് ദളിത് ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ്. കാരണം നമുക്കറിയാം, നമ്മുടെ രാജ്യം ലോകോത്തരമായിട്ടുള്ളൊരു ഭരണഘടന നിലവിൽ വന്നു 25-ാം വാർഷികം ആഹ്ലാദപൂർവ്വം ആഘോഷിക്കുന്നൊരു സമയമാണ്. ഈ ഒരു സമയത്താണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പാർലമെന്റിനുള്ളിൽ ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കറിന്റെ ഭരണഘടനയുടെ പിതാവിന്റെ പേര് ഉച്ചരിച്ചപ്പോൾ അംബേദ്കർക്ക് പകരം ഭഗവാനെ വിളിക്കുന്നു പറയുന്നത് മറ്റാരുമില്ല, ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രിയാണ് അമിത്ഷാ. അദ്ദേഹം എന്തുകൊണ്ടാണ് അത് പറയുന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. പക്ഷേ അദ്ദേഹം ഏത് സ്ഥാനത്ത് ഇരിക്കുന്ന വ്യക്തിയാണെന്നോ ആ ഇന്ത്യൻ ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്ത് ആ ഭരണഘടനയിലെ വ്യവസ്ഥകൾ അതേപോലെ നടപ്പിലാക്കാമെന്നും പാലിക്കാമെന്നും ഒരു രാജ്യത്തിന് ഉറപ്പ് കൊടുത്തുകൊണ്ട് വാക്ക് കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം കൈകാര്യം. ഇന്ന് അംബേദ്കറുടെ പേര് വിലക്കുന്നവർ നാളെ ഇന്ത്യൻ ഭരണഘടനയെയും വിലക്കുമെന്നും ഭാരവാഹികൾ ആരോപിച്ചു. പക്ഷേ ഇത് നമുക്ക് കാണാൻ കഴിയുന്നതിനും അതിന് വിപരീതമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വത്തിൽ മാത്രമാണ് ഇന്ത്യൻ ജനതയ്ക്കുള്ള ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുന്നത്. സമത്വം, സ്വാതന്ത്ര്യം, തുല്യനീതി എന്ന് പറയുന്ന അതിമഹത്തരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിലൂടെ ഇവിടുത്തെ പട്ടിക വിഭാഗത്തെയും ബ്രാഹ്മിൻസ് വിഭാഗത്തെയും നീതിക്ക് മുന്നിൽ തുല്യരാക്കുന്ന ഒരു ഭരണഘടന. ആ ഭരണഘടന അപ്രസക്തമാകുമ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ എങ്ങനെയാണോ രാജ്യം അതിഭീകരമാവുന്ന ജാതി വ്യവസ്ഥ നേരിട്ടത്, അടിമത്ത വ്യവസ്ഥ നേരിട്ടത്, ആ തരത്തിലേക്ക് പോകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം ഇത് നമുക്കറിയാം, രാജ്യത്ത് നടക്കുന്ന ഒട്ടനവധി കലാപങ്ങൾ അത് കാലങ്ങൾ കൊണ്ട് ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിന്റെ അടിസ്ഥാന കാരണം ഏവർക്കും അറിയാവുന്നതാണ്. രാജ്യത്ത് തുല്യനീതി നിലനിർത്താൻ സാമൂഹ്യ ജനാധിപത്യം കാത്തുസൂക്ഷിക്കാൻ ഭരണഘടന സംരക്ഷിക്കപ്പെടണമെന്നും ഡോക്ടർ BR അംബേദ്കറെ അവഹേളിച്ച മന്ത്രി രാജിവെക്കണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലൂടെ ആവശ്യപ്പെട്ടു.
DHRM അധ്യക്ഷ സെലീന പ്രക്കാനം, ജനറൽ സെക്രട്ടറി വിജയകുമാർ വെള്ളിച്ചിക്കാല, ജോയിന്റ് സെക്രട്ടറി ദീപേഷ് കാസർഗോഡ്, വൈസ് ചെയർമാൻ അജയൻ പുളിമാത്ത്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഹാരിസ് പത്തനംതിട്ട, വിനീത നീലേശ്വരം, കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വിനു കരിവേടകം, രാജീവ് തായന്നൂർ, പ്രശാന്ത് CK തായന്നൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ധീരജവാൻ നിതിൻ നാരായണന്റെ സ്മരണ പുതുക്കി മടിയൻ ഗ്രാമം. മടിയനിലും അമ്പലത്തറ കുമ്പളയിലെ സ്മൃതി മണ്ഡപത്തിലും പുഷ്പാർച്ചനയും പ്രാർത്ഥനയും നടത്തി. രാഷ്ട്ര സേവനത്തിനിടെ വീരമൃത്യു വരിച്ച നിതിൻ നാരായണൻ എന്ന ലാലുവിന്റെ 5ാം ഓർമ്മദിനത്തിൽ മടിയനിലും അമ്പലത്തറ കുമ്പളയിലും പുഷ്പാർച്ചനയും പ്രാർത്ഥനയും ഓർമ്മ പുതുക്കലും നടന്നു. മടിയൻകൂലം ക്ഷേത്ര പരിസരത്ത് പ്രത്യേകമായി നിർമ്മിച്ച സ്മൃതി മണ്ഡപത്തിൽ ലാലുവിന്റെ ഛായാചിത്രത്തിനു മുന്നിൽ പിതാവ് P. നാരായണൻ വിളക്ക് തെളിയിച്ച് പുഷ്പാർച്ചന നടത്തി. മടിയനിലെ ലാലുവിന്റെ കൂട്ടുകാരും നാട്ടുകാരും ചേർന്നാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിലെ പൊന്നോമനയായിരുന്ന നിതിൻ എന്ന് പേരുള്ള നമ്മുടെ കൂട്ടുകാരൊക്കെ ലാലു എന്ന് വിളിക്കുന്ന പ്രിയ കൂട്ടുകാരൻ 2019 ഡിസംബർ 22 പട്ടാളത്തിൽ ജോലിയിലേക്ക് അപകടത്തിൽ മരണപ്പെട്ട് ഇന്ന് 5 വർഷം പൂർത്തിയാവുകയാണ്. നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ കാവൽക്കാരനായി നമ്മളൊക്കെ രാത്രിയാമങ്ങളിൽ ഉറങ്ങുമ്പോൾ ഇന്ത്യയുടെ 136 കോടി ജനങ്ങൾക്ക് കാവൽക്കാരായി നിൽക്കുന്ന എത്രയോ ആളുകൾ പട്ടാളക്കാരായി ജോലി ചെയ്യുകയാണ്. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള നിരവധി പേർ ചടങ്ങിൽ പങ്കാളികളായി. അമ്പലത്തറ കുമ്പളയിലെ സ്മൃതി മണ്ഡപത്തിൽ നടന്ന പുഷ്പാർച്ചനയിലും ഓർമ്മ പുതുക്കലിലും സൈനിക ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, കുടുംബാംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. KSSPA കാഞ്ഞങ്ങാട് മണ്ഡലം വനിതാ ഫോറം സ്നേഹസംഗമം സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം സരോജിനി K ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മണ്ഡലം വനിതാ ഫോറം സ്നേഹസംഗമം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് കോപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വനിതാ ഫോറം സംസ്ഥാന കമ്മിറ്റി അംഗം സരോജിനി K ഉദ്ഘാടനം ചെയ്തു. റവറന്റ് ഫാദർ മാത്യു ഇളംതുരുത്തിപ്പടവിൽ മുഖ്യാതിഥിയായി ക്രിസ്തുമസ് സന്ദേശം നൽകി. ഒരു വാക്ക് നിങ്ങൾ തിരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെ ഈ സംഘടനയുടെ പ്രത്യേകതയാണ് എന്ന് വായിച്ചെടുക്കാനായിട്ട് ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയാണ്. കാരണം അനീതിയും അക്രമവും അരാജകത്വവും അരങ്ങു തകർക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ഇതുപോലെയുള്ള സ്നേഹസംഗമങ്ങളിലൂടെ വലിയ ദിശാബോധം മനുഷ്യർ കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഈ സംഗമത്തിലൂടെ, ഈ നാമത്തിലൂടെ നിങ്ങൾ ലക്ഷ്യമിടുക എന്ന് ഞാൻ മനസ്സിലാക്കുകയും ഒപ്പം നിങ്ങൾക്ക് ഇതുപോലെയുള്ള സംഗമങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കാണിച്ച മനോഭാവങ്ങൾക്ക് ആത്മാർത്ഥമായ നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ്. വനിതാ ഫോറം കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ശ്യാമളാദേവി R അധ്യക്ഷത വഹിച്ചു. ദിവാകരൻ മാസ്റ്റർ MK, ശേഖരൻ നായർ U, PP ബാലകൃഷ്ണൻ, K ബലരാമൻ, CP ഉണ്ണികൃഷ്ണൻ, NK ബാബുരാജ്, PP രതി ടീച്ചർ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. വനിതാ ഫോറം കാഞ്ഞങ്ങാട് മണ്ഡലം സെക്രട്ടറി ഭാഗ്യലക്ഷ്മി V സ്വാഗതം പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം നടന്നു. CITU ജില്ലാ പ്രസിഡന്റ് P മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ അനുവദിച്ച അസംഘടിത ക്ഷേമനിധി ഓഫീസ് ഉടൻ പ്രവർത്തനം ആരംഭിക്കണമെന്ന് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. CITU ജില്ലാ പ്രസിഡന്റ് P മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക കാറ്റഗറിയിൽ എല്ലാ വിഭാഗങ്ങളുടെയും നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയും. ആ പറയുന്ന നിൽക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ വിഭാഗങ്ങളുടെയും നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുള്ള ഏതെങ്കിലും യൂണിയനകത്ത് അംഗമാകാത്ത മുഴുവൻ ആളുകളെയും യൂണിയൻ അംഗത്തിലേക്ക് കൊണ്ടുവരുന്ന വഴിയും അവരുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വഴിയും ഈ യൂണിയൻ പ്രവർത്തനം നടത്തുന്നു. അതിന്റെ ഭാഗമായി ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മുന്നേറ്റത്തിന് വേണ്ടി
ഈ സംഘടന കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുത നിങ്ങൾക്കെല്ലാം അറിയാം. കെ രാമചന്ദ്രൻ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം വി വി പ്രസന്നകുമാരി, തമ്പാൻ ചെറുവത്തൂർ, എൻ വി ബാലൻ, കെ വി രതീഷ്, പി പവിത്രി, വി വി രാഘവൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി എ കെ ആൽബർട്ട് സ്വാഗതം പറഞ്ഞു. ഭാരവാഹികളായി കുഞ്ഞിക്കണ്ണൻ കാര്യത്ത് പ്രസിഡന്റ്, എസ് ഗോപാലകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ കാഞ്ഞങ്ങാട്, അനിത കാരക്കുഴി എന്നിവർ വൈസ് പ്രസിഡന്റുമാർ, എ കെ ആൽബർട്ട് സെക്രട്ടറി, ആർ എം ശ്യാംപ്രസാദ്, ഹരി വില്ലാരുംപതി, എ സുജിത് രാജ്, അനിത കാരക്കുഴി എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാർ, കെ രാമചന്ദ്രൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നമ്മുടെ മക്കളെ ഒന്നാമനാക്കാനല്ല മനുഷ്യനാക്കാനാണ് നാം പഠിപ്പിക്കേണ്ടതെന്ന് പ്രശസ്ത മജീഷ്യനും മോട്ടിവേറ്ററുമായ പ്രൊഫസർ ഗോപിനാഥ് മുതുകാട്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റ് കുടുംബസംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടികളിൽ സ്ക്രീൻ അഡിക്ഷൻ കൂടി വരുന്ന പുതിയ കാലത്ത് കുട്ടികളുടെ പുസ്തക വായനയ്ക്ക് ഏറെ പ്രാധാന്യമുള്ളതാണെന്ന് മുതുകാട് ഓർമ്മിപ്പിച്ചു. പാഠപുസ്തകമൊഴിച്ചുള്ള നല്ല പുസ്തകങ്ങൾ രാത്രി വായിച്ചുറങ്ങുകയും രാവിലെ വായിച്ചുണരുകയും ചെയ്യുക എന്നത് ശീലമാക്കാനായാൽ കുട്ടികൾ കുടുംബ ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിൽ ശ്രദ്ധാലുക്കളാവുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞാനൊരു ചെറിയ നിർദ്ദേശം നിങ്ങളോട് പറയുന്നത്, രാത്രി നിങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 8 മണിയോ 9 മണിയോ ഒക്കെ ആവട്ടെ, 1 മണിക്കൂർ നേരം കുടുംബത്തിന് വേണ്ടിയിട്ടൊന്ന് മാറ്റിവെക്കാൻ സാധിക്കും. അപ്പൊ എന്ത് ചെയ്യണം അറിയാമോ? നിങ്ങളുടെ മൊബൈൽ ഫോൺ നിർബന്ധമായിട്ട് സൈലന്റ് മോഡിലില്ല. ഓക്കെ, എല്ലാ തരത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളും അവിടെ ഓഫ് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു മേശയുടെ ചുറ്റും ഇരിക്കുക. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അല്ല ഇരിക്കുന്നത്, വർത്തമാനം പറയാൻ വേണ്ടിയിട്ട്. ചുമ്മാ എന്തെങ്കിലും പറയുക, തമാശകൾ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ചിരിക്കുക. ഇത് മക്കൾ കാണണം. മക്കളെയും കൂട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്ന ഒരു അന്തരീക്ഷം 1 മണിക്കൂർ, മിനിമം 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടിനകത്ത് ഇന്ന് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും, എല്ലാ കലപിലകളും, എല്ലാ ആക്രോശങ്ങളും ആ മേശപ്പുറത്ത് നമുക്ക് തീർക്കാൻ പറ്റുകയുള്ളൂ. ഒരു വട്ടമേശ സമ്മേളനം. വലിയ പറമ്പ് കോർണിഷ് ബീച്ചിൽ നടന്ന കുടുംബസംഗമത്തിന് മുന്നോടിയായി ദീർഘകാലം യൂണിറ്റ് പ്രസിഡന്റും ജില്ലാ വൈസ് പ്രസിഡന്റുമായിരുന്ന കെ വി ലക്ഷ്മണൻ പതാക ഉയർത്തി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു. പുതിയ വ്യാപാര സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനവും നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് സി എച്ച് അബ്ദുറഹീം അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് അംഗങ്ങളായിരിക്കുമ്പോൾ മരണപ്പെട്ട വ്യാപാരികളുടെ കുടുംബാംഗങ്ങൾക്കുള്ള ധനസഹായം ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് വിതരണം ചെയ്തു. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ, തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ, വലിയപറമ്പ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഇ കെ മല്ലിക, ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി കെ ജെ സജി, ട്രഷറർ മാഹിൻ കോളിക്കര, വനിതാ വിംഗ് ജില്ലാ അധ്യക്ഷ രേഖ മോഹൻദാസ്, യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് സി സത്യകുമാർ, മേഖലാ കൺവീനർ ഗിരീഷ് ചീമേനി, യൂണിറ്റ് ജനറൽ സെക്രട്ടറി എം അബ്ദുൾ റഷീദ്, ഇ വി ദിനേശൻ എന്നിവർ സംസാരിച്ചു. തൃക്കരിപ്പൂർ മർച്ചന്റ് വെൽഫെയർ സഹകരണ സംഘത്തിൽ നിന്നും വിരമിക്കുന്ന വി വി പ്രേമയെ ചടങ്ങിൽ ആദരിച്ചു. SLC പരീക്ഷയിലെ ഉന്നത വിജയികളെ അനുമോദിച്ചു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കൊളവയിൽ കാറ്റാടിയിൽ ആദര സമ്മേളനം നടന്നു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കാറ്റാടി AKG മന്ദിര ഉദ്ഘാടന പരിപാടിയോടനുബന്ധിച്ച് കാറ്റാടിയിൽ ആദര സമ്മേളനം സംഘടിപ്പിച്ചു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. RSSനെ മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാർ എതിർക്കുന്നത്, പിന്നെയോ RSSന്റെ ഇസ്ലാമിക പതിപ്പുകളെയും ജമാഅത്തെ ഇസ്ലാമി അത് ഒരു മതമൗലികവാദ സംഘടനയാണ്. RSS ഹിന്ദു രാഷ്ട്രമാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്നത് ഇസ്ലാമിക രാഷ്ട്രമാണ്. ഹുക്കുമത്തയിലാകി ദൈവിക ഭരണം സ്ഥാപിക്കണം. പക്ഷെ നടപ്പാക്കുന്നത് എന്താ? നമ്മൾ ബംഗ്ലാദേശിൽ ഇപ്പോൾ കാണുന്നില്ലേ? ബംഗ്ലാദേശിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളാണ് ഹിന്ദുക്കളെ ആക്രമിക്കുന്നു. ആര്? ജമാഅത്തെ ഇസ്ലാമിക്കാർ. പാകിസ്ഥാനിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, ജമ്മു കാശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. ജമ്മു കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമി ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചത് ആരെയാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് മുഹമ്മദ് യൂസഫ് തരിഗാമിയാണ്.
ചടങ്ങിൽ പ്രദേശത്തെ മുതിർന്ന പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും ആദരിച്ചു. വിപിൻ കാറ്റാടി അധ്യക്ഷത വഹിച്ചു. CPIM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ മുലക്കണ്ടം പ്രഭാകരൻ, M രാഘവൻ, മുൻ ലോക്കൽ സെക്രട്ടറിമാരായ PK കണ്ണൻ, MV നാരായണൻ, K രാജേഷ്, M മനോഹരൻ, ശോഭന ദാമോദരൻ, രജനി കുഞ്ഞികൃഷ്ണൻ, K രതീഷ്, A സന്തോഷ് എന്നിവർ സംസാരിച്ചു. സുഭാഷ് കാറ്റാടി സ്വാഗതവും T മനോജ് കുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റും? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. കൺഗ്രാറ്റുലേഷൻസ് ഫോർ യുവർ ടൈംലി ഗുഡ് സർവീസ്. ഓൾ ഓഫ് യുവർ ഗുഡ് നഴ്സസ്. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, ക്രോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors, അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറുക മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓ, എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. നിങ്ങൾക്കും പോയിക്കൂടെ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിൽ? എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്ര ചികിത്സാ രംഗത്ത് നൂതന സാങ്കേതിക തികവുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്.
ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ബിഗ് മോൾ കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് റെയിൽവേ സ്റ്റേഷൻ റോഡ് കോട്ടച്ചേരി, ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് പരപ്പ, ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ് മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. അതിയാമ്പൂർ പാർക്കോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് 35ാം വാർഷികാഘോഷത്തിന്റെ നിറവിൽ. വാർഷികാഘോഷവും സുശീല ഗോപാലൻ അനുസ്മരണവും നടന്നു. അതിയാമ്പൂർ പാർക്കോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 35ാം വാർഷികാഘോഷവും സുശീല ഗോപാലൻ അനുസ്മരണവും സംഘടിപ്പിച്ചു. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു സർഗപ്രതിഭയായ കാനായി ഈ നാടിൻ്റെ അഭിമാനമാണ്, മലയാളികളുടെ അഭിമാനമാണ് എന്ന് പറയാൻ എനിക്ക് അശേഷം മടിയില്ല. പാർക്കോ 35 വർഷമായി വിവിധങ്ങളായ പരിപാടികൾ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നൊരു സ്ഥാപനമാണ്. ജനകീയ അംഗീകാരമാണ് ഈ വളർച്ചയ്ക്ക് കാരണം. ഇത്തരം സ്ഥാപനങ്ങളാണ് ഗ്രാമങ്ങളുടെ കെടാവിളക്കായി മാറുന്നത്. നമ്മുടെ നാട് വിവിധങ്ങളായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോഴാണ് ജനങ്ങളോട് നാടിനോട് പ്രതിബദ്ധതയുള്ള സ്ഥാപനങ്ങൾ അനിവാര്യമായി മാറുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത സുശീല ഗോപാലൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ശില്പകലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ, ഗ്രന്ഥശാല പ്രവർത്തന രംഗത്ത് 60 വർഷം പൂർത്തിയാക്കിയ അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ എന്നിവരെ ആദരിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV രമേശൻ ഉപഹാര സമർപ്പണം നടത്തി. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച നാട്ടിലെ താരങ്ങളെ CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് K രാജ്മോഹൻ അനുമോദിച്ചു. ക്ലബ്ബ് സെക്രട്ടറി സാലു PV അധ്യക്ഷത വഹിച്ചു. M രാഘവൻ, M സേതു, AK ആൽബർട്ട്, വേണുരാജ് കോടോത്ത്, MK വിനോദ് കുമാർ, ഹരീഷ് ബാബു അതിയാമ്പൂർ എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് രസിക് AK സ്വാഗതവും B ഗംഗാധരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജിയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. കുന്നുമ്മൽ NSS ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രിൻസിപ്പാൾ സിന്ധു ഗിരീഷും മാനേജിംഗ് ഡയറക്ടർ ഗിരീഷ് പാലക്കിലും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. അധ്യാപകരായ റമ്മി, നിവേദിത, സംഗീത, ഉഷ സതീഷ് എന്നിവർ സംസാരിച്ചു. ജുബി ബാബു സ്വാഗതം പറഞ്ഞു. ജോസ്ന, മാളവിക, ഡോണ എന്നിവർ അവതാരകരായി പരിപാടിക്ക് നേതൃത്വം നൽകി. ഫ്ലവേഴ്സ് ചാനൽ പ്രോഗ്രാമർ സുനിൽ കണ്ണൻ അവതരിപ്പിച്ച ഗാനവിരുന്ന് പരിപാടിക്ക് മാറ്റുകൂട്ടി. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാവുങ്കാൽ കല്യാൺ റോഡ് കുറഗജൻ ദേവസ്ഥാന പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവം ഫെബ്രുവരിയിൽ നിധിശേഖരണത്തിന് തുടക്കമായി. ഫെബ്രുവരി 28-ന് കല്യാൺ റോഡ് കൊറഗജൻ ദേവസ്ഥാനത്ത് നടക്കുന്ന പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് തെയ്യത്തിന് അടയാളം കൊടുക്കൽ ചടങ്ങും സാമ്പത്തിക സമാഹരണത്തിനുള്ള ആദ്യ ഫണ്ട് ഉദ്ഘാടനവും നടന്നു. ചടങ്ങിൽ പ്രമുഖ വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ അരവിന്ദൻ നീലേശ്വരത്തിൽ നിന്നും ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഭരതൻ കല്യാൺ റോഡ് ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങി. ചന്ദ്രഗിരി പുഴക്ക് അപ്പുറം ദക്ഷിണ കന്നഡ പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു അപൂർവ തെയ്യക്കാലമാണ് ശ്രീ കൊറഗജൻ തെയ്യം. ചന്ദ്രഗിരിക്ക് ഇപ്പുറം തെക്ക് ഭാഗത്ത് കാഞ്ഞങ്ങാട് ഭാഗത്തൊക്കെ ഇത് അപൂർവമായി മാത്രമേ കെട്ടിയാടപ്പാറുള്ളൂ. അങ്ങനെയുള്ള ഒരു ദേവസ്ഥാനമാണ് കല്യാൺ റോഡ് ദേവസ്ഥാനം. ആ കല്യാൺ റോഡ് ദേവസ്ഥാനത്താണ് ഈ വരുന്ന ഫെബ്രുവരി 28-ാം തീയതി കളിയാട്ട മഹോത്സവം നടക്കുന്നത്. നമുക്കൊരു ആയിരക്കണക്കിന് ആളുകളാണ് ഈ കളിയാട്ട മഹോത്സവത്തിന് എത്തിച്ചേരുന്നത്. അവർക്ക് വേണ്ടി 5000 ആളുകൾക്ക് അന്നദാനത്തിനുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട്. ആഘോഷ കമ്മിറ്റി കൺവീനർ അശോകൻ മുട്ടത്ത്, ക്ഷേത്ര പൂജാരിമാരായ ശശിധരൻ, പ്രദീപ്, പ്രതാപൻ, കമ്മിറ്റി ഭാരവാഹികളായ ശിവൻ ശിവശക്തി, ഉണ്ണികൃഷ്ണൻ കല്യാൺ റോഡ്, ട്രഷറർ ബാബു രാഹുൽ, മാതൃസമിതി ഭാരവാഹികളായ ഭാനുമതി, കുമാരി ശശി, ലക്ഷ്മി കണ്ണൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. റിയൽ ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ഷോറൂം ഉദുമയിൽ പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് P ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. റിയൽ ഹൈപ്പർ മാർക്കറ്റിന്റെ 11ാമത് ഷോറൂം ഉദുമയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ഉദുമയുടെ ഒരു ഹൃദയഭാഗത്ത് എന്ന് പറയാം ഉദ്ഘാടനം ചെയ്യപ്പെട്ട സൂപ്പർ മാർക്കറ്റ്
വളരെ നല്ല നിലയിൽ പ്രവർത്തനം നടന്നു മുമ്പോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളെ പഞ്ചായത്തിൻ്റെ പേരിൽ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് പാലക്കുന്ന് കഴകം സ്ഥാനികൻ കപ്പണക്കാൽ കുഞ്ഞിക്കണ്ണൻ ആയത്താർ ഭദ്രദീപം കൊളുത്തി. ഉദുമ ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബ് അനസ് റഹ്മാനി മൂവാറ്റുപുഴ ആദ്യവിൽപ്പന നടത്തി. ഖത്തർ ഹാജി ഉദുമ, ദാമോദരൻ ചാവോക്ക് വളപ്പ് എന്നിവർ ഏറ്റുവാങ്ങി. ഉദുമ പഞ്ചായത്ത് മെമ്പർമാരായ ചന്ദ്രൻ നാലാം വാതുകൽ, സൈനബ അബൂബക്കർ, MBV, ബിന്ദു സുധൻ, ശകുന്തള ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. പ്രശസ്ത യൂട്യൂബർ സാനു ഓഫർ നറുക്കെടുപ്പ് നിർവഹിച്ചു. ഓഫർ നറുക്കെടുപ്പ് വിജയികളായ 5 പേർക്ക് 2000 രൂപയുടെ 5 ഗിഫ്റ്റ് വൗച്ചറുകളും ബമ്പർ സമ്മാന വിജയിക്ക് 1 പവൻ സ്വർണ്ണ നാണയവും KP ഉസ്മാൻ ഹാജി വിതരണം ചെയ്തു. റിയൽ MD അബ്ദുൽ അസീസ്, മാനേജിംഗ് പാർട്ണർ CP ഫൈസൽ, ജനറൽ മാനേജർ ഇബ്രാഹിം, TP സക്കറിയ, മാനേജർ മെഹറൂഫ്, PRO മുത്തൽ നാരായണൻ എന്നിവർ സംബന്ധിച്ചു. റിയൽ ഹൈപ്പർ മാർക്കറ്റിന്റെ 11ാമത്തെ ബ്രാഞ്ച് ഉദുമയിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലക്ഷ്മി അവറുകളാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഏതായിരുന്നാലും ഞങ്ങളുടെ ഈ ഉദ്ഘാടന ദിവസം ഉദുമയിലുള്ള എല്ലാ നല്ലവരായ ആളുകളുടെയും സഹകരണം ഞങ്ങൾക്ക് ധാരാളമായി കിട്ടി. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകളുടെ ഇന്നത്തെ വിസിറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അവരോട് പറയാനുള്ള അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവർക്ക് നൽകാനുള്ള സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മന്ത്ലി ബഡ്ജറ്റ്, അത് ഈ പ്രൊവിഷൻസ് വാങ്ങുന്നതിൽ അവർക്കൊരു മാസം ഉണ്ടാകുന്ന എക്സ്പെൻസിൽ അല്ലെങ്കിൽ ബജറ്റിൽ 30% കുറവിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് അവരോട് പറയാനുള്ള അല്ലെങ്കിൽ അവർക്ക് നൽകാനുള്ള ഒരു മെസ്സേജ്. പിന്നെ കാസർഗോഡ് വിഷൻ ഞങ്ങളുടെ എല്ലാ ഉദ്ഘാടന സമയങ്ങളിലും ഞങ്ങളോട് അകമഴിഞ്ഞ് സഹകരിച്ചിട്ടുണ്ട്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ജനുവരി 2 വരെ വിവിധ ഓഫറുകളാണ് ഉദുമ റിയൽ ഹൈപ്പർ മാർക്കറ്റിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ഉദുമ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് മുഗ്രാൾ സ്വദേശി അബ്ദുൽ സലാമിനെ കഴുത്തറുത്ത് അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവിനും പിഴയും ശിക്ഷ വിധിച്ചു. കാസർഗോഡ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജാണ് വിധി പ്രസ്താവിച്ചത്. ബേക്കൽ അഗ്രോ കാർണിവലിന് തുടക്കമായി. വിളംബര ഘോഷയാത്ര നടന്നു. സബ് ജൂനിയർ ദേശീയ സെപക് താക്രോ ചാമ്പ്യൻഷിപ്പിന് തൃക്കരിപ്പൂരിൽ തുടക്കമായി. 24 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അജാനൂർ യൂണിറ്റിന് വ്യാപാര ഭവൻ ഒരുങ്ങുന്നു. ശിലാസ്ഥാപനം നടന്നു. വാട്ടർ ടാങ്ക് നിർമ്മിക്കാൻ BRDC ഏറ്റെടുത്ത സ്ഥലം സ്വകാര്യ വ്യക്തിക്ക് ഹോട്ടൽ നിർമ്മിക്കാൻ നൽകിയതിൽ പ്രതിഷേധം. കോട്ടക്കുന്ന് വിഷ്ണു ധൂമാവതി ക്ഷേത്ര കമ്മിറ്റിയും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തി. പ്രതിരോധത്തിന്റെയും പ്രതിഷേധത്തിന്റെയും നിറങ്ങൾ ചാലിച്ച് ഏകരം ചിത്ര പ്രദർശനം. കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് പ്രദർശനം. ഡോക്ടർ BR അംബേദ്കറെ അവഹേളിച്ച കേന്ദ്രമന്ത്രി അമിത്ഷായുടെ നടപടിയിൽ പ്രതിഷേധമറിയിച്ച ദളിത് ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ്. ധീരജവാൻ നിതിൻ നാരായണന്റെ ഓർമ്മദിനം. മടിയനിലും അമ്പലത്തറ കുമ്പളയിലെ സ്മൃതി മണ്ഡപത്തിലും പുഷ്പാർച്ചന നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.